ആരോരുമില്ലാത്ത മക്കയായിരുന്നു. അവിടെ വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും ജനങ്ങളും ഒന്നുമില്ലാത്ത ആ ഊഷര ഭൂമി ഇന്ന് ലക്ഷോപലക്ഷം മനുഷ്യരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കഅബാലയം എന്നത് വിശ്വാസികളുടെ വികാരമാണ്. മസ്ജിദുൽ ഹറം എന്നത് വിശ്വാസികളുടെ വികാരമാണ്. ആളുകളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും ധന്യമാവുന്നതിന് മുമ്പ് അവിടെ ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ത്യാഗത്തിലൂടെ സമർപ്പണത്തിലൂടെയാണ് ഇൻഷാ എല്ലാ റഹ്മത്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആ റഹ്മത്തിന്റെ പ്രതീക്ഷ അങ്ങ് മരണാനന്തര ജീവിതത്തിലേക്ക് വരെ നീളണം. അഥവാ റഹ്മാനായ റബ്ബിന്റെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം. ആ സ്വർഗലോകം റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ ഭൂമിയിൽ കാണപ്പെടുന്നതെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നൂറിലൊന്നാണ്. നൂറും അള്ളാഹു കരുതി വെച്ചിട്ടുള്ളത് സ്വർഗലോകത്താണ്. ആ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ.